ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ട്യൂട്ടർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആയിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതായത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. What are the stages of development? സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ മെയിൻലി നമ്മൾ ഒരു 7 സ്റ്റേജ് ആണ് പറയുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീനേറ്റൽ സ്റ്റേജ് ആണ്. പ്രീനേറ്റൽ സ്റ്റേജ് ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻഫാൻസി. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് ആണ്. ഏർലി ചൈൽഡ്ഹുഡ്. ഫോർത്ത് വൺ ലേറ്റർ ചൈൽഡ്ഹുഡ്. ഏർലി ചൈൽഡ്ഹുഡ്, ദെൻ ലേറ്റർ ചൈൽഡ്ഹുഡ്. ദെൻ ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് അഡോളിസെൻസ് ആണ്. അഡോളിസെൻസ് ആണ്. അഡോളിസെൻസ്. ദെൻ സിക്സ്ത് സ്റ്റേജ് എന്ന് പറയുന്നത് അഡൾട്ട്ഹുഡ്. ദെൻ ദ ഫൈനൽ സ്റ്റേജ് ഓൾഡ് ഏജ്. ഇങ്ങനെ ഒരു 7 സ്റ്റേജുകളാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ വരുന്നത്. സോ അതിൽ പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രീനാറ്റൽ സ്റ്റേജ്? പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്രം കൺസെപ്ഷൻ ടു 280 ഡേയ്സ് ഓർ ബർത്ത്. അതായത് നമുക്കറിയാം നോർമലി ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ കൺസെപ്ഷൻ കഴിഞ്ഞാൽ നമ്മൾ ഒരു പീരീഡ് എന്ന് പറയുന്നത് 280 ഡേയ്സ് ആണ് അല്ലെ? അത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, ഡെലിവറി ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഫ്രം കൺസെപ്ഷൻ ടു 280 ഡേയ്സ് അല്ലെങ്കിൽ ബർത്ത് എന്ന് പറയുന്നത് ആണ് ഇത് പ്രീനാറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. ഫ്രം കൺസെപ്ഷൻ ടു 280 ഡേയ്സ്. 280 ഡേയ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ബർത്ത് എന്നും പറയാം. ഓക്കെ. ദെൻ ഇൻഫാൻസി. എന്താണ് ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ? ഇൻഫാൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർത്ത് മുതൽ അതായത് നമ്മൾ ഫ്രം കൺസംഷൻ ടു ബർത്ത് ആണ് പ്രീനാറ്റൽ പീരീഡ്. ഇൻഫാൻസി പറയുമ്പോൾ ബർത്ത് മുതൽ 3 ഇയേഴ്സ് വരെയാണ്. ഫ്രം ബർത്ത് ടു 3 ഇയേഴ്സ് വരെയാണ് ഏത് ഇൻഫാൻസി പീരീഡ്. നെക്സ്റ്റ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ പിന്നെയുള്ള 3 ഇയേഴ്സ് മുതൽ 3 ഇയർ ടു എത്രയാണ് 6 ഇയർ. 3 ഇയേഴ്സ് മുതൽ 6 ഇയേഴ്സ് വരെയുള്ളതാണ് ഏർലി ചൈൽഡ്ഹുഡ്. ദെൻ ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ 6 ഇയർ ടു 12 ഇയേഴ്സ് വരെയുള്ളതാണ് ലേറ്റർ ചൈൽഡ്ഹുഡ്. അഡോളിസെൻസ് ആണെങ്കിൽ എന്തായിരിക്കും? 12 ഇയർ മുതൽ എത്രയായിരിക്കും? 19 ഇയേഴ്സ്. ദെൻ അഡൾട്ട്ഹുഡ് ആണെങ്കിലോ 19 ടു 60 ഇയർ എന്ന് പറയാം. ഓൾഡ് ഏജ് ആണെങ്കിലോ ബിയോണ്ട് 60, അതായത് 60 എബവ് വന്നു കഴിഞ്ഞാൽ 60 എബവ് ആയാൽ അതെന്തായി? ഓൾഡ് ഏജ് ആയി. അപ്പോൾ മെയിൻലി നമുക്ക് നമ്മൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് പറയുന്നത് പ്രീനാറ്റൽ പീരീഡ് ഉണ്ട്. പ്രീനാറ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ഫ്രം കൺസംഷൻ ടു 280 ഡേയ്സ് ആണ് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് സെക്കൻഡ് വൺ ഇൻഫാൻസി ആണ്. ഇൻഫാൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം ബർത്ത് ടു 3 ഇയേഴ്സ്. ദെൻ ഏർലി ചൈൽഡ്ഹുഡ് ആണെങ്കിൽ 3 ഇയർ മുതൽ 6 ഇയേഴ്സ് വരെ. ലേറ്റർ ചൈൽഡ്ഹുഡ് ആണെങ്കിൽ 6 മുതൽ 12 ഇയേഴ്സ്. പിന്നെ അഡോളിസെൻസ് ആണെങ്കിൽ 12 ഇയർ മുതൽ 19 ഇയേഴ്സ് വരെ. ഇതുപോലെ അഡൾട്ട്ഹുഡ് ആണെങ്കിൽ 19 ടു 60. ഓൾഡ് ഏജ് ആണെങ്കിൽ എബവ് 60 ആണ്.
അപ്പൊ ഇതാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഇനി അതിലുള്ള ഓരോ സ്റ്റേജസിനെയും നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, അതായത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല, അതിൽ വരാൻ സാധ്യതയുള്ള, അതായത് ഇതിൽ തന്നെ ചില സ്റ്റേജസിനെ നമ്മൾ വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ചിലപ്പോ അങ്ങനെ ചോദിക്കും. അപ്പൊ അത് എങ്ങനെ എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? പ്രീനാറ്റൽ പീരീഡ് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രീനാറ്റൽ പീരീഡ്. പ്രീനാറ്റൽ പീരീഡ്. ഈ പ്രീനാറ്റൽ പീരീഡ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഈ പ്രീനാറ്റൽ പീരീഡിനെ തന്നെ നമ്മൾ എന്താണ് പ്രീനാറ്റൽ പീരീഡ് നമ്മൾ പറഞ്ഞതാണ്. എത്രയായിരുന്നു? 280 ഡേയ്സ് കൺസംഷൻ മുതൽ എന്താണ് ബർത്ത് വരെ, അല്ലെ? കൺസംഷൻ മുതൽ ബർത്ത് വരെ, അല്ലെങ്കിൽ 280 ഡേയ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ബർത്ത്, കൺസംഷൻ മുതൽ ബർത്ത് വരെ എന്നും പറയാം. സോ ഈ ഒരു പീരീഡിനെ നമ്മൾ വീണ്ടും എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 3 പീരീഡുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 3 പീരീഡ്? അതായത് ഫസ്റ്റ് വൺ ജേർമിനൽ പീരീഡ്. ഫസ്റ്റ് വൺ എന്താണ്? ജേർമിനൽ പീരീഡ് എന്ന് പറയാം. ജേർമിനൽ പീരീഡ്. ഫസ്റ്റ് വൺ ജേർമിനൽ പീരീഡ്. എന്താണ് ജേർമിനൽ പീരീഡ് പറഞ്ഞാല്? അതായത് ഏകദേശം ഒരു എന്താണ് 0 to 2 വീക്സ് വരെ ഉള്ളതാണ് എന്ന് പറയുന്നത് ജേർമിനൽ പീരീഡ്. അതായത് കൺസംഷൻ കഴിഞ്ഞാൽ ഒരു 2 വീക്സ് വരെ, അതായത് 0 to 2 വീക്സ് വരെ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? ജേർമിനൽ പീരീഡ്. അതുപോലെ തന്നെ അതായത് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് മൊമെന്റ് ഓഫ് കൺസംഷൻ ടു ദ എൻഡ് ഓഫ് സെക്കൻഡ് വീക്ക്, അതായത് കൺസംഷൻ പീരീഡ് മുതൽ സെക്കൻഡ് വീക്കിന്റെ എൻഡ് വരെ ഉള്ളതാണ് ജേർമിനൽ പീരീഡ്. ഇനി പ്രീനാറ്റൽ പീരീഡിന് തന്നെ ജേർമിനൽ പീരീഡ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എംബ്രിയോണിക് പീരീഡ്. എന്താണ്? എംബ്രിയോണിക് പീരീഡ്. എന്താണ് എംബ്രിയോണിക് പീരീഡ് എന്ന് പറഞ്ഞാല്? അതായത് എക്സ്റ്റെൻഡിങ് ഫ്രം ദി എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക്, അതായത് ആ സെക്കൻഡ് വീക്ക് കഴിഞ്ഞ് പിന്നെന്താണ് സെക്കൻഡ് വീക്കിന്റെ എൻഡ് മുതൽ ഉള്ളതാണ്. സെക്കൻഡ് വീക്കിന്റെ എൻഡ് മുതൽ ഒരു സെക്കൻഡ് എന്താണ് മന്ത് വരെ, അതായത് 2 വീക്ക് മുതൽ 2 മന്ത് വരെ ഉള്ളതാണ് ഏതെന്ന് പറയുന്നത്? 2 വീക്ക് മുതൽ 2 മന്ത് വരെയുള്ള പീരീഡ് ആണ് എംബ്രിയോണിക് പീരീഡ്. നെക്സ്റ്റ് എന്താണ്? ഫീറ്റൽ പീരീഡ്. തേർഡ് വൺ എന്താണ്? ഫീറ്റൽ പീരീഡ്. ഫീറ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഏകദേശം എത്രയാണ് വരിക? അതായത് സെക്കൻഡ് മന്ത് മുതൽ എന്താണ് നമ്മളുടെ ബർത്ത് വരെയുള്ള ഉള്ളതാണ് ഏതെന്ന് പറയുന്നത്? സെക്കൻഡ് മന്ത് മുതൽ ഏത് വരെ? ബർത്ത് വരെ ഉള്ളതാണ് ഏതെന്ന് പറയുന്നത്? ഫീറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ പ്രീനാറ്റൽ പീരീഡ് 180 ഡേയ്സ് മുതൽ എത്രയാണ്? 180 ഡേയ്സ്, സോറി, കൺസംഷൻ പീരീഡ് മുതൽ 180 ഡേയ്സ്, അല്ലെങ്കിൽ കൺസംഷൻ പീരീഡ് മുതൽ ബർത്ത് വരെ ഉള്ളതാണ് പ്രീനാറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് വൺ ജേർമിനൽ പീരീഡ് ഉണ്ട്, അതായത് 0 കൺസംഷൻ മുതൽ 2 വീക്സിന്റെ എൻഡ് വരെ. നെക്സ്റ്റ് വൺ എംബ്രിയോണിക് പീരീഡ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജേർമിനൽ പീരീഡ്, അത് 2 വീക്സിന്റെ എൻഡ് വരെ. നെക്സ്റ്റ് പിന്നെ സെക്കൻഡ് വൺ എംബ്രിയോണിക് പീരീഡ്, അത് 2 വീക്ക് മുതൽ 2 മന്ത് വരെയുള്ള പീരീഡ് ആണ്. ദെൻ തേർഡ് വൺ ഫീറ്റൽ പീരീഡ്, അതെന്താണ്? 2 മന്ത് മുതൽ എത്രയാണ്? ബർത്ത് വരെ ഉള്ളത്. ഇതാണ് പ്രീ നാറ്റൽ പീരീഡ് എന്ന് പറയുന്നത്, 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് പിന്നെ എന്തായിരുന്നു? നമ്മൾ 7 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് പറഞ്ഞു. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രീനാറ്റൽ പീരീഡ്. അതന്നെ 3 സ്റ്റേജസ് ആയിട്ട് വരുന്നുണ്ട്, 3 പീരീഡുകളായിട്ട് വരുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ നമ്മൾ നോക്കിയത് ഏതായിരുന്നു? ഇൻഫാൻസി, അല്ലെ? ഇൻഫാൻസി. ഈ ഇൻഫാൻസി എന്ന് പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞത്? അതായത് ബർത്ത് മുതൽ എത്ര? 3 ഇയേഴ്സ് വരെ, അല്ലെ? ഫ്രം ബർത്ത് ടു 3 ഇയേഴ്സ്, ബർത്ത് മുതൽ 3 ഇയേഴ്സ് വരെ. ഇതിനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെന്റ് നെയിംസിൽ അറിയപ്പെടും. അതായത് ഇപ്പൊ ഫസ്റ്റ് 2 വീക്സിനെ നമുക്ക് എന്ത് പറയാം? നിയോനേറ്റ് എന്ന് പറയാം. ആ ഒരു പീരീഡിനെ നമുക്ക്, അതായത് ഫസ്റ്റ് 3 ഇയേഴ്സ് ഓഫ് ലൈഫാണ് ഒരു ഇൻഡിവിജ്വലിന്റെ, ഒരു ചൈൽഡിന്റെ ഫസ്റ്റ് 3 ഇയേഴ്സോ ചോദിക്കും, അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. അതായത് ഫസ്റ്റ് എന്താണ്? 3 ഇയേഴ്സ് ഓഫ് ദ ലൈഫ് ഓഫ് എ ചൈൽഡ് ഇസ് ദ പീരീഡ് ഓഫ് ഇൻഫാൻസി. അതിനെയാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് 3 ഇയേഴ്സ്, ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫാൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഇൻഫാൻസി. ഇനി ഇതിൽ തന്നെ ഇൻഫാൻസി എന്ന് പറയുന്നത് ദ ഫസ്റ്റ് 2 വീക്സിനെ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ്
എന്താണ് ഫസ്റ്റ് 2 വീക്സ്. ഫസ്റ്റ് 2 വീക്സ് ആണെങ്കിൽ അപ്പൊ നമുക്ക് അതിനെ ആ പീരീഡിനെ നമുക്ക് എന്ത് പറയാം? നിയോനേറ്റ് എന്നാണ് പറയാം. എന്താണ്? നിയോനേറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ദ പീരീഡ് ഫ്രം ദ 3rd വീക്ക് ടു ദ എൻഡ് ഓഫ് 3 ഇയേഴ്സ്. അതായത് തേർഡ് വീക്കിന്റെ എൻഡ് മുതൽ എന്താണ് ടു ദ എൻഡ് ഓഫ് ദ പീരീഡ് ഫ്രം തേർഡ് വീക്ക് മുതൽ എന്താണ് എൻഡ് ഓഫ് 3 ഇയർ 3 ഇയേഴ്സിന്റെ എൻഡ് ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ബേബിഹുഡ് എന്നാണ് പറയാം. എന്താണ്? ബേബിഹുഡ് എന്നാണ് പറയാം. അപ്പൊ ഈ ഒരു ഇതിൽ ഇത്രയാണ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ടത്. അതായത് ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രം ബർത്ത് ടു 3 ഇയേഴ്സ് ആണ്, ആ പീരീഡ് ആണ് ഇൻഫാൻസി. അപ്പൊ ആ 3 ഇയേഴ്സ് പീരീഡിലുള്ള അതിനെ ബേബിനെ നമുക്ക് എന്ത് പറയാം? ഇൻഫാൻസി എന്ന് പറയാം. അതിൽ തന്നെ ഫസ്റ്റ് 2 വീക്സ് ആകുമ്പോൾ എന്ത് പറയാം? ഫസ്റ്റ് 2 വീക്സ് ആണെങ്കിൽ അതിനെ നിയോനേറ്റ് എന്ന് പറയാം. എന്നാൽ 3 വീക്ക് മുതൽ 3 ഇയേഴ്സിന്റെ എൻഡ് വരെയാണെങ്കിൽ അതിനെ ബേബി ഹുഡ് എന്ന് പറയാം. സോ ഇതാണ് രണ്ടാമത്തെ ഇൻഫാൻസി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന സ്റ്റേജ് അത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. എന്താണ്? നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ എന്താണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ വരുന്നതാണ് ഏർലി ചൈൽഡ്ഹുഡ്. എന്താണ്? ഏർലി ചൈൽഡ്ഹുഡ്. ഈ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതിനെ മറ്റൊരു പേര് അറിയപ്പെടുന്നുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എത്രയാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ? 3 to എത്രയാണ്? 3 to എത്ര ഇയേഴ്സ് ആണ്? 6 ഇയേഴ്സ് വരെയാണ് ഏത് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. 3 to 6 ഇയേഴ്സ്. ഈ ഏർലി ചൈൽഡ്ഹുഡിനെ തന്നെ നമുക്ക് എന്തറിയപ്പെടുന്നുണ്ട്? ഏർലി ചൈൽഡ്ഹുഡ് പ്രീ സ്കൂൾ സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നുണ്ട്. എന്താണ്? പ്രീ സ്കൂൾ സ്റ്റേജ്. പ്രീ സ്കൂൾ സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പ്രീ സ്കൂൾ പീരീഡ് എന്നും പറയാം. അതായത് 3 to 6 ഇയേഴ്സ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടോയ് ഏജ്. അതായത് ഈ ഒരു ഏത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ടോയ് ഏജ് എന്ന് അറിയപ്പെടുന്നത്? ഏതാണ്? അതും ഏത് തന്നെയാണ്? ഏർലി ചൈൽഡ്ഹുഡ് ആണ്. ടോയ് ഏജ് എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താണ്? യങ് ചിൽഡ്രൻ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദിയർ ടൈം എന്താണ്? പ്ലേയിങ് വിത്ത് ടോയ്സ്. അപ്പോൾ അതിനെ ടോയ് ഏജ് എന്ന് പറയാം. പിന്നെ ഈ ഒരു സമയത്ത് ചിൽഡ്രൻ എന്ന് പറയുന്നത് അവർ കൂടുതലും എന്തായിരിക്കും? കുറച്ച് ഒരു ഡിസോബീഡിയന്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നെഗറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും അല്ലെ? ഒരു സ്റ്റെപ്പ് ബോൺ ക്യാരക്ടേഴ്സ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു ഏജിനെ നമുക്ക് എന്തും കൂടെ അറിയപ്പെടും? പ്രോബ്ലം ഏജ് എന്ന് പറയാം. എന്താണ്? പ്രോബ്ലം ഏജ് എന്ന് പറയാം. അതുപോലെ തന്നെ പ്രീ ഗാങ് ഏജ് എന്നും പറയാം. എന്താണ്? പ്രീ ഗെയിം ഏജ് എന്ന് പറയുന്നുണ്ട്. സോ ഈ 4 കാര്യങ്ങളാണ് ഏതിൽ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഏർലി ചൈൽഡ്ഹുഡിൽ ശ്രദ്ധിക്കേണ്ടത്. സോ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 3 to 6 ഇയേഴ്സ് ആണ്. അതിൽ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പ്രീ സ്കൂൾ സ്റ്റേജ് അല്ലെങ്കിൽ പ്രീ സ്കൂൾ പീരീഡ്, അതുപോലെ ടോയ് ഏജ്, പ്രോബ്ലം ഏജ്, പ്രീ ഗാങ് ഏജ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വൺ നമ്മൾ എന്താണ് പറഞ്ഞതാണ് ലേറ്റർ. എന്താണ്? ലേറ്റർ ചൈൽഡ്ഹുഡ്. നെക്സ്റ്റ് വൺ എന്താണ്? ലേറ്റർ ചൈൽഡ്ഹുഡ്. ഈ ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 6 ഇയേഴ്സ് മുതൽ എത്ര? 6 to 12 ഇയേഴ്സ് അല്ലെ? 6 to 12 ഇയേഴ്സ് ആണ് ലേറ്റർ ചൈൽഡ്ഹുഡ്. സോ ഈ ലേറ്റർ ചൈൽഡ്ഹുഡ് ഇതുപോലെ തന്നെ എന്ത് അറിയപ്പെടുന്നുണ്ട്? പ്രൈമറി സ്കൂൾ സ്റ്റേജ്. എന്താണ്? പ്രൈമറി സ്കൂൾ സ്റ്റേജ് ആണ്. പ്രൈമറി സ്കൂൾ സ്റ്റേജ് ആണ് ഏത്? ഈ ഒരു ലേറ്റർ ചൈൽഡ്ഹുഡ്. അതുപോലെ തന്നെ ഇതിന് എന്ത് പറയാം? എലമെന്ററി സ്കൂൾ ഏജ് എന്ന് പറയാം. എന്താണ്? എലമെന്ററി സ്കൂൾ ഏജ്. എലമെന്ററി സ്കൂൾ ഏജ് എന്ന് പറയാം. എലമെന്ററി സ്കൂൾ ഏജ് എന്നും പറയും. അതുപോലെ തന്നെ ഗാങ് ഏജ് എന്ന് പറയാം. എന്താണ്? ഗാങ് ഏജ്. നമ്മൾ പ്രീ ഗാങ് ഏതാ പറഞ്ഞത്? കഴിഞ്ഞ സ്റ്റേജ് ആയിരുന്നു ഏർലി ചൈൽഡ്ഹുഡ് ആണ് പ്രീ ഗാങ്. ഇതെന്താണ്? ഗാങ് ഏജ് എന്ന് പറയാം. അതുപോലെ തന്നെ ഏജ് ഓഫ് കൺഫോമിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിനെന്താണ്? ദിസ് സൈക്കോളജിസ്റ്റ് ഇതിനെ എന്ത് പറയുന്നുണ്ട്? ലേറ്റർ ചൈൽഡ്ഹുഡിനെ ഇറ്റ് ഇസ് ദ ഏജ് ഓഫ് കൺഫോമിറ്റി. എന്താണ്? ഇറ്റ് ഇസ് ദ ഏജ് ഓഫ് കൺഫോമിറ്റി എന്നും
അറിയപ്പെടുന്നുണ്ട്, കൺഫോമിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. സോ അപ്പൊ ഇത്രയാണ് ഈ ഒരു ഏജ് എന്ന് പറയുന്നത്. സോ ഏതൊക്കെയാണ് അതായത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു തേർഡ് വൺ എന്താണ് ഏർലി ചൈൽഡ്ഹുഡ് ആയിരുന്നു, അതിന് 3 to 6 years. അതിൽ നമ്മൾ പറഞ്ഞത് പ്രീ സ്കൂൾ സ്റ്റേജ് അല്ലെങ്കിൽ പ്രീ സ്കൂൾ പീരീഡ് എന്ന് പറഞ്ഞു. ടോയ് ഏജ് ആണ്, പ്രോബ്ലം ഏജ് ആണ്, പ്രീ ഗാങ് ഏജ് ആണ്. എന്നാൽ ലേറ്റർ ചൈൽഡ്ഹുഡ് ആണെങ്കിൽ അതെന്താണ് 6 to 12 years ആണ്. അതിനെ പ്രൈമറി സ്കൂൾ സ്റ്റേജ് അല്ലെങ്കിൽ പ്രൈമറി സ്കൂൾ പീരീഡ്, എലമെന്ററി എന്താണ് സ്കൂൾ ഏജ് എന്ന് പറഞ്ഞു. അതുപോലെ ഗാങ് ഏജ്. അപ്പോൾ ഈ ടോയ് ഏജ് അതുപോലെ പ്രീ ഗാങ് ഏജ് ഏർലി ചൈൽഡ്ഹുഡ് ആണെങ്കിൽ ഗാങ് ഏജ് എന്ന് പറയുന്നത് ലേറ്റർ ചൈൽഡ്ഹുഡ് ആണ്. അതുപോലെ തന്നെ ഏജ് ഓഫ് കൺഫോമിറ്റി എന്ന് പറയുന്നതും ഏതാണ്, ലേറ്റർ ചൈൽഡ്ഹുഡ് ആണ്. സോ അത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ നോക്കിയത് ഏതായിരുന്നു, അഡോളിസെൻസ്. അഡോളിസെൻസ് ആണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വണ് അഡോളിസെൻസ്. അഡോളിസെൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എത്രയാണ് 12 മുതൽ 19 years വരെ ഉള്ളതാണ് ഏതെന്ന് പറയുന്നത്. അഡോളിസെൻസ് എന്ന് പറയുന്നത് 12 years മുതൽ 19 years വരെ ഉള്ളതാണ് അഡോളിസെൻസ്. ഈ അഡോളിസെൻസ് എന്ന് പറയുന്ന ഈ ഒരു ഏജിന്റെ പ്രത്യേകത എന്താണ്, ഇതിനെ നമുക്ക് സെക്കൻഡറി സ്കൂൾ സ്റ്റേജ് എന്ന് പറയാം. എന്താണ് സെക്കൻഡ്, ഇതൊരു എന്താണ് അതായത് ഇറ്റ് ഈസ് എ പീരീഡ് ഫ്രം ഓൺസെറ്റ് ഓഫ് പ്യൂബേർട്ടി. അതായത് ഒരു പ്യൂബേർട്ടി മുതൽ ഓൺസെറ്റ് ഓഫ് പ്യൂബേർട്ടി ടു ദ ഏജ് ഓഫ് മെച്യൂരിറ്റി ആണെന്ത് ഏതെന്ന് പറയുന്നത് നമ്മളുടെ അഡോളിസെൻസ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് സെക്കൻഡറി സ്കൂൾ സ്റ്റേജ്, സെക്കൻഡറി സ്കൂൾ സ്റ്റേജ് എന്ന് പറയാം. അതുപോലെ തന്നെ ഓൺസെറ്റ് ഓഫ് പ്യൂബേർട്ടി മുതൽ ടു ദ ഏജ് ഓഫ് എന്താണ് മെച്യൂരിറ്റി ആണ്. ഇറ്റ് ഇസ് ദ ഏജ് ഓഫ് മെച്യൂരിറ്റി ആണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ പറയുന്ന ഒന്നാണ്, ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് എന്താണ് ട്രാൻസിഷൻ ആണ്. അഡോളിസെൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ട്രാൻസിഷൻ. അഡോളിസെൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പീരീഡ് ഓഫ് ട്രാൻസിഷൻ ആണ്. പീരീഡ് ഓഫ് ട്രാൻസിഷൻ. അപ്പൊ പീരീഡ് ഓഫ് ട്രാൻസിഷൻ എന്നറിയപ്പെടുന്നത് അഡോളിസെൻസ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ പീരീഡ് ഓഫ് എന്താണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറയുന്നുണ്ട്. എന്താണ് പീരീഡ് ഓഫ് എന്താണ് പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ്. അപ്പോ ഇതിൽ തന്നെ എന്ത് ഈ ഒരു പീരീഡില് നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് എന്തുണ്ടായിരിക്കും, ഒരു എന്ത് വരും അവർക്ക് അവർക്ക് ഒരു ഐഡന്റിറ്റി കൺഫ്യൂഷൻ വരുന്ന ഒരു എന്താണ് സ്റ്റേജ് ആണ്. ഒരു ഐഡന്റിറ്റി അതായത് അതായത് ചെറിയ ആണോ ചോദിച്ചാൽ അതിലും കൺസിഡർ ചെയ്യില്ല, എന്നാൽ വലുതായിട്ടുള്ള കുട്ടികളാണോ വെച്ചാൽ അതിലും കൺസിഡർ ചെയ്യുക. അങ്ങനെയുള്ളൊരു ഐഡന്റിറ്റി ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി കൺഫ്യൂഷൻ വരും അവർക്ക്. ഐഡന്റിറ്റി എന്താണ് ക്രൈസിസ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പീരീഡ് ആണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു അഡോളിസെൻസ് എന്ന് പറയുന്നത്. സോ ഈ അഡോളിസെൻസ് ഈസ് എ പീരീഡ് ഓഫ് എന്താണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആൻഡ് സ്റ്റോം ആൻഡ് സ്ട്രൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്, അത് ചോദിക്കാറുണ്ട് കേട്ടാ. ആ ഒരു എന്താണ് കോട്ട് തന്നിട്ട് അത് ആര് പറഞ്ഞതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ആലോചിച്ചു വെക്കുക. ആരാണ്, സ്റ്റെയിൻലി ഹാൾ ആണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ്, സ്റ്റെയിൻലി ഹാൾ. സ്റ്റെയിൻലി ഹാൾ ആണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, അഡോളിസെൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് എന്താണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിനും ഉണ്ട്, ഒപ്പം എന്താണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, പിന്നെന്താണ് സ്റ്റോം ആൻഡ് സ്ട്രൈഫ്. സ്റ്റോം ആൻഡ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, പിന്നെന്താണ് സ്റ്റോം ആൻഡ് സ്ട്രൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്, സ്റ്റെയിൻലി ഹാൾ. അത് ചില എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ഇങ്ങനെ കോട്ട് തന്നിട്ട് ആര് പറഞ്ഞതാന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് അഡോളിസെന്റ് പീരീഡ് എന്ന് പറയുന്നത്. സോ അഡോളിസെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ എന്താണ് പീരീഡ് കൺസിഡർ ആസ് എ പീരീഡ് ഓഫ് എന്താണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അതുപോലെ തന്നെ സ്റ്റോം ആൻഡ് സ്ട്രൈഫ് അത് പറഞ്ഞിട്ടുള്ളത് സ്റ്റെയിൻലി ഹാൾ. പിന്നെ ഇതൊരു പീരീഡ് ഓഫ് എന്താണ് ട്രാൻസിഷൻ ആണ്. അതായത് ഈ ഒരു പീരീഡിൽ ഇൻഡിവിജ്വൽ എന്താവില്ല, നെയ്തർ എ ചൈൽഡ് നോർ ആൻ അഡൽട്ട്. അപ്പൊ അവർക്ക് എന്ത് വരും, ഒരു കൺഫ്യൂഷൻ, ഒരു എന്തുവരും, ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിനെ സെക്കൻഡറി സ്കൂൾ സ്റ്റേജ് എന്ന് പറയാം. ഇത് 12 to 19 years വരെയാണ്. ഇതാണ് അഡോളിസെൻസ് എന്ന് പറയുന്നത്.
ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് പിന്നെ ഏതായിരുന്നു? അഡോളസെൻസ് കഴിഞ്ഞാൽ അഡൾട്ട്ഹുഡ്. നെക്സ്റ്റ് അഡൾട്ട്ഹുഡ്. അഡൾട്ട്ഹുഡ് എത്രയാണ് പറഞ്ഞത്? 19 to 60 years ആണ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. അഡൾട്ട്ഹുഡ് എന്ന് പറയുന്ന ഈ ഒരു എന്താണ് സ്റ്റേജിന് നമുക്കറിയാം എന്താണ് അതിൽ പ്രത്യേകിച്ചൊന്നും എന്താണ് അത്ര കണ്ട് ഇതാക്കാൻ ഇല്ല കാര്യമില്ല. ഈ ഒരു അഡൾട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് ലൈഫിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ വരുന്നതാണ്. ദ പീരീഡ് ഓഫ് അഡൾട്ട്ഹുഡ് ഈസ് ദ ലോങ്ങസ്റ്റ് ഓഫ് ഓൾ സ്റ്റേജസ് ഓഫ് ലൈഫ്. ഈ എന്ന് പറയുന്നതാണ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. കാരണം ഒരു ആവറേജ് അഡൾട്ട് ഈ ഒരു സമയത്ത് എന്തായിരിക്കും? നോർമലി സെൽഫ് റിലയൻറ്റ് ആൻഡ് ഡിസൈഡ് ആൻഡ് ആക്ട് എന്താണ് ഇൻഡിപെൻഡന്റ്ലി ആക്ട് ചെയ്യുന്ന ഒരു എന്താണ് പീരീഡ് ആണ് ഏത്? അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ഓൾഡ് ഏജ്. ഓൾഡ് ഏജ് എന്ന് പറയുന്നത് എന്താണ്? 60 എബോവ് ആയി കഴിഞ്ഞാൽ അതെന്തായി? ഓൾഡ് ഏജ് ആയി. സോ ഇത്രയാണ് നമ്മളുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ നമ്മൾ എത്ര സ്റ്റേജസ് പറഞ്ഞു? 7 സ്റ്റേജസ് നമ്മൾ പറഞ്ഞു. 7 സ്റ്റേജസിൽ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പ്രീനാറ്റൽ പീരീഡ്, ഇൻഫാൻസി, ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, അഡോളിസെൻസ്, അഡൾട്ട്ഹുഡ് ആൻഡ് ഓൾഡ് ഏജ്. ഇതിലും ഓരോ ഞാൻ പറഞ്ഞ കാരണം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എന്തായാലും പ്ലേ ബാക്ക് ചെയ്തിട്ട് വീഡിയോസ് വീണ്ടും കാണാലോ. സോ പിന്നെ കൺക്ലൂഷൻ പോലെ ഒക്കെ അത് പറയുന്നില്ല. പ്രീനാറ്റൽ പീരീഡ് ആകുമ്പോൾ എന്താണ് നമ്മൾ ആ ഒരു എന്താണ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജെർമിനൽ പീരീഡ്, എംബ്രിയോണിക് പീരീഡ്, ഫീറ്റൽ പീരീഡ് ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ഇൻഫാൻസി പീരീഡ് എന്താണ്, അതിൽ തന്നെ നിയോനൈറ്റ് എന്താണ്, ബേബിഹുഡ് എന്താണ്, അതുപോലെ ഏർലി ചൈൽഡ്ഹുഡ് ഇമ്പോർട്ടന്റ് ആണ്. ഏർലി ചൈൽഡ്ഹുഡിന് തന്നെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ടോയ് ഏജ് പറഞ്ഞു, അതുപോലെ പ്രീ ഗാങ് ഏജ് എന്നൊക്കെ പറഞ്ഞു. പിന്നെന്താണ്? ലേറ്റർ ചൈൽഡ്ഹുഡ് ഉണ്ട്. അതുപോലെ എന്താണ്? അഡോളസെൻസ് ഇറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് എന്താണ്, അല്ലെങ്കിൽ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു. അതുപോലെ പീരീഡ് ഓഫ് ട്രാൻസിഷൻ പീരീഡ് ആണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ അഡോളസെൻസ്, പിന്നെ അഡൾട്ട്ഹുഡ്, ഓൾഡ് ഏജ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ്, അതായത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് പഠിച്ചത്. സോ എല്ലാവരും എന്ത് ചെയ്യുക? ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് എല്ലാതും അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ പ്രീ ഗാങ് ഏജ് എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ടോയ് ഏജ് എന്ന് അറിയപ്പെടുന്നത് ഏത് ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഏത് സ്റ്റേജ് ആണ്, പീരീഡ് ഓഫ് ട്രാൻസിഷൻ ഏതാണ്, അല്ലെങ്കിൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അതുപോലെ തന്നെ എന്താണ് അത് പറഞ്ഞത് ആരാണ്, അങ്ങനെയൊക്കെ ആവും ചോദിക്കുക. സോ അതൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ നോട്ട് ചെയ്യുക. ഓക്കെ. ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് പോവുക. മനസ്സിൽ നിന്ന് മായില്ല എന്നുള്ള ഉറപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങളൊക്കെ തന്നെ എഴുതിയെടുക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എക്സാം ടൈമിൽ ഒന്ന് മറിച്ച് നോക്കാൻ ഉള്ള ഭാഗത്തിനുള്ള രീതിയിൽ എന്ത് ചെയ്യാം? നോട്ട് എഴുതാം. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പോർഷൻ ആയിട്ട് കാണാം. ഓക്കെ. എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോസ് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.